പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് മുൻപേ എടത്തനാട്ടുകര പൊൻപാറയിൽ CPIM എ വിജയരാഘവന് വിജയാശംസകൾ പറഞ്ഞ് ഫ്ലക്സ് അടിച്ചിരിക്കുന്നു. അപ്പോൾ വലിയ കോൺഫിഡൻസിലാണ് പല സ്ഥാനാർത്ഥികളും. ഓക്കെ, അപ്പോൾ കർണാടക BJP-യിലെ കുടുംബവാഴ്ചയ്ക്കെതിരായാണ് പോരാട്ടമെന്ന് ശിവമോഗയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ BJP നേതാവുമായ KS ഈശ്വരപ്പ 24-നോട് പറയുന്നു. ഏകപക്ഷീയമായാണ് യെദ്യൂരപ്പയും മക്കളും തീരുമാനമെടുക്കുന്നത്. ശിവമോഗയിൽ വിജയമുറപ്പെന്നും KS ഈശ്വരപ്പ പറഞ്ഞു. Dynasty politics I am not supporting. I will collapse the family politics. The same politics in Karnataka also. Yediyurappa and their sons, they are doing the same family party. That is why I am opposing that one. Narendra Modi is God. Narendra Modi is God. For the God, there is no any person they may use the God name. Any person, any party they can use the God name. Throughout the world, any person, any country can use the Modi. That is why Modi is not only a person. Modi is, in my opinion, he is God. That is why I am using his name. കർണാടകയിൽ അനുകൂല സാഹചര്യമെന്നും JDS-ഉമായുള്ള സഖ്യം മുഴുവൻ സീറ്റുകളും ജയിക്കുമെന്നും BS യെദ്യൂരപ്പയും 24-നോട് പ്രതികരിച്ചു. I think according to me we are going to win almost all the seats. Maybe one or two exception. That is what when I have told the public response. Sir. Congress may be saying so many things, for that there is no value at all. We are doing it, that is our duty to election. We are doing our fair work. The JDS, BJP joined together, we are working. That's why I am telling you we are going to win almost all the 28 Lok Sabha seats. Sir. I don't want to comment now after that. അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ വച്ചിരുന്നു. അരുൺ, JDS സഖ്യത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുറത്തുമ്പോഴൊക്കെ അവിടെ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഒരു ബോംബ് വീണിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 10,200-ലധികം സ്ത്രീകളുടെ 10,976 വീഡിയോ ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്താനുള്ള, അത് കർണാടകയിൽ മാത്രമല്ല പക്ഷേ രാജ്യവ്യാപകമായി. എന്താണ് അവിടുത്തെ ഒരു ഇലക്ഷൻ പ്രോസ്പെക്ടസ്, അരുൺ? ആഷ്മി പറയുന്നത് പോലെ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല. ഇനിയിപ്പോൾ 14 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് അവശേഷിക്കുന്നത്. എന്നാൽ ഈ 14 മണ്ഡലങ്ങളിലും കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 14 മണ്ഡലങ്ങളും BJP വിജയിച്ചതാണ്. അത് ആ വിജയം ആവർത്തിക്കാനാകും എന്നൊരു പ്രതീക്ഷയാണ് BJP പങ്കുവെക്കുന്നത്. ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകും. അവർക്ക് സംഘടനാപരമായും വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. അത്തരത്തിൽ നോക്കിയാൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കരുതുമെന്ന് അവർ വിലയിരുത്തുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നതാണ് യെദ്യൂരപ്പ ഉൾപ്പെടെ BJPയുടെ എല്ലാ നേതാക്കളും പറയുകയും ചെയ്യുന്നത്. എന്നാൽ പൊതുവെ വിലയിരുത്തുന്നത് ഈ 14 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. പ്രാദേശികമായിട്ടുള്ള സർവേകളിൽ ഉൾപ്പെടെ ഈ 8 മണ്ഡലങ്ങളിൽ ശക്തമായ പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ കർണാടകയിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യവും BJPക്ക് അനുകൂലമല്ല. ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രജ്വൽ രേവണ്ണക്കെതിരായിട്ടുള്ള കേസ് സംസ്ഥാന വ്യാപകമായി കർണാടകയിൽ ആകെ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അത് BJP NDA സഖ്യം വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട്. അതിൽ കൃത്യമായ മറുപടി പറയാൻ BJPക്ക് നേതാക്കൾക്ക് സാധിക്കുന്നില്ല. യെദ്യൂരപ്പയോടും നമ്മൾ ഈ വിഷയം ചോദിച്ചിരുന്നു, എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുമെന്ന കാര്യം ചോദിച്ചിരുന്നു. എന്നാൽ നോ കമൻസ് എന്ന ഒറ്റ വാക്കാണ്, അതിൽ പ്രതികരിക്കാനില്ല എന്നതാണ് യെദ്യൂരപ്പ പറഞ്ഞത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ആ കേസിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വലിയ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങൾ, പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഗുരുതരമായിട്ടുള്ളൊരു കേസാണ് അത്. BJP വലിയ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട്. എല്ലാ വേദികളിലും കോൺഗ്രസ് ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട കേസ്, ദേവഗൌഡ കുടുംബത്തിനെതിരെ ലഭിച്ച വീണ് കിട്ടിയ ആയുധം, അത് പ്രചരണ ചർച്ചയാക്കി കൊണ്ടുപോവുകയാണ് കോൺഗ്രസ്. പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ പോയിന്റായി പ്രജ്വൽ രേവണ്ണയുടെ വിഷയം കോൺഗ്രസ് മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ BJP അവകാശപ്പെടുന്നത് പോലെ ഒരു ക്ലീൻ സ്വീപ്പ് എന്തായാലും ഈ 14 മണ്ഡലങ്ങളിൽ ഉണ്ടാവില്ല. ശക്തമായ പോരാട്ടം, പ്രത്യേകിച്ച് ശിവമോഗ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമാണ്. KS ഈശ്വരപ്പയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അത് ശിവമോഗ BJP എന്തായാലും കഴിഞ്ഞ തവണ 2 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര വിജയിച്ച മണ്ഡലമാണ്. സ്വാഭാവിക
സ്വാഭാവികമായ മണ്ഡലമൊക്കെ തിരിച്ചു നിലനിർത്താനാകും എന്ന പ്രതീക്ഷ BJP പങ്കുവെക്കുമ്പോഴും BJPയുടെ മുൻ അതായത് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷരാണ് അവിടെ വിമത സ്ഥാനാർത്ഥിയായി വരുന്നത്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല. പ്രവചനാതീതമായ മത്സരം ഈ 14 മണ്ഡലങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഹാഷ്മി, എന്തായാലും ആ സഖ്യത്തിന്റെ പ്രജ്വൽ രേവണ്ണ ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ സെക്സ് സ്കാം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വീട്ടുജോലിക്കാരി അടക്കം വയോധികരടക്കം ഒരുപാട് പേരെ ഉപദ്രവിക്കുക, റേപ്പ് ചെയ്യുക, അതിന്റെ ചിത്രങ്ങളെടുത്ത് ചിത്രീകരിക്കുക, സൂക്ഷിക്കുക, അത് വ്യാപകമായി പലരുടെയും കയ്യിലെത്തുക. എത്രത്തോളം വെള്ളരിക്കപ്പെടണോ അയാൾ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ BJP അധ്യക്ഷൻ അമിത്ഷായ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തെഴുതുന്ന പറഞ്ഞത് ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ അയാൾ സ്ഥാനാർത്ഥിയാവുക, പ്രധാനമന്ത്രിയെ വേദി പങ്കിടുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ അത് ഏത് രീതിയിൽ ഇലക്ഷനെ ബാധിക്കും? ഇലക്ഷനൊക്കെ അപ്പുറം സ്ത്രീകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മാത്രമല്ല ഇത് കേസ് ഇലക്ഷൻ ഹാസലായിരുന്നു പുള്ളി സ്ഥാനാർത്ഥി. അത് കഴിഞ്ഞ വാർഡ് പുള്ളി നാടുവിട്ടു, ജർമ്മനി പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ പോയിരുന്നു ഒളിച്ചിരിക്കുക. അപ്പൊ കുടുംബം പറയുന്ന റീസൺ എന്ന് പറയുന്നത് നേരത്തെ പോകാൻ നിശ്ചയിച്ചിരുന്നതാണ്, പക്ഷെ ഇങ്ങനെയൊന്നും വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നതേ ഇല്ല. എന്തായാലും അത്ര നല്ല കാര്യമല്ല. ഇലക്ഷനൊക്കെ അപ്പുറത്ത് ഒരു നേതാവ് അധികാരം കൈയാളുന്ന ഒരാൾ ഇതൊക്കെ ചെയ്യുകയും അയാൾക്ക് പൂർണ്ണ പിന്തുണ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. എന്തായാലും ഇപ്പോൾ കേസൊക്കെ എടുക്കുന്നുണ്ട്, നല്ല കാര്യം.